കഴിഞ്ഞ ദിവസം ഹർത്താലിനുണ്ടായ കുറെ അക്രമ സംഭവങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഹർത്താലിനെ അനുകൂലിക്കുന്നു, അതിന്റെ ആശയങ്ങളെ അനുകൂലിക്കുന്നു. പക്ഷേ ക്യാൻസർ രോഗിയെ തടഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കുവാൻ സാധിക്കത്തില്ല. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥിക്ക് നീതി നിഷേധിച്ചതിന്റെ ഭാഗമായിട്ട് നിതിൻ രാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവൻ ഒടുക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് പോയ വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ എന്ത് നീതിയാണ് നടപ്പാക്കിയത്? അവിടെയും നിങ്ങൾ നീതി നിഷേധമല്ലേ നടത്തിയത്? ആ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിയുടെ പരീക്ഷ എഴുതുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ വിദ്യാർത്ഥികളുടെ നീതി നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് നീതിയാണ് നടപ്പാക്കാൻ പോകുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, ചില ആളുകൾ ബോധപൂർവം കടന്നു കയറിക്കൊണ്ട് ഹർത്താലിനെ അലങ്കോലമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പോലീസിന്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ടോ ഭരണസിരാകേന്ദ്രങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ടോ ഈ സമൂഹത്തിന്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ടോ കാര്യമില്ല. പക്വതയാർന്ന രീതിയിലുള്ള പെരുമാറ്റം പെരുമാറിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരള സമൂഹം ഒന്നടങ്കം ആ ഹർത്താലിനെ അനുകൂലിക്കുക തന്നെ ചെയ്തേനെ. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് നമുക്ക് സ്ത്രീകൾക്കും അതേപോലെ തന്നെ വൈകല്യമുള്ള ആളുകൾക്കും കൂടുതൽ പരിരക്ഷ നമ്മൾ നൽകണമെന്നുള്ളതും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ളതും പറയുമ്പോഴും ഒരു അംഗവൈകല്യമുള്ള ആളിനെ വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഹർത്താലിൽ പങ്കെടുത്ത ചില വിവരദോഷികൾ എന്നേ പറയുന്നുള്ളൂ. ഞാൻ ഹർത്താലിനെ മുഴുവൻ ആക്ഷേപിക്കുന്നില്ല, ഹർത്താൽ നടത്തിയവരെ ആക്ഷേപിക്കുന്നില്ല. ചില വിവരദോഷികൾ അദ്ദേഹത്തിന്റെ കരണം അടിച്ചു പൊളിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോഴും വർത്തമാനം പറയുന്ന ആളുകൾ എന്നിൽ ജാതിയും മതവും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാതിയുടെയും മതത്തിന്റെയൊക്കെ കൺസെപ്റ്റ് കുറെ കാലങ്ങളായിട്ട് ഞാൻ തിരിച്ചറിവ് തുടങ്ങിയ കാലം മുതലേ വിട്ട കാര്യങ്ങളാണ്. എനിക്ക് ഒരു ജാതിയോടും ഒരു മതത്തോടും യാതൊരു തരത്തിലുള്ള അനുകമ്പയും ഇല്ല, യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല. ഒരു 10 വർഷം പുറകിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാല് കേരളത്തിൽ ഇത്രയും ജാതി പറയന്മാരുടെ ഒന്നും കാലഘട്ടമല്ലായിരുന്നു. ഇപ്പോൾ ചില ആളുകൾ, അതായത് ഏത് സമുദായം എടുത്താലും ഏത് ജാതി എടുത്താലും ഏത് മതം എടുത്താലും മതത്തിന്റെയും ജാതിയുടെയും കാർഡുകൾ നിരത്തിക്കൊണ്ട് ആളുകളെ സംഘടിപ്പിക്കാൻ വേണ്ടി വെറുതെ കുറെ മനുഷ്യന്റെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ജാതി കാർഡുകൾ നിരത്തിക്കൊണ്ട് ഇറങ്ങുന്ന ആളുകളുണ്ട്. കേരളത്തില് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയുണ്ടായി, നായാടി മുതൽ നമ്പൂതിരി വരെ എന്നും പറഞ്ഞു. എവിടെയാണ് ഐക്യമുള്ളത്? നായാടി മുതൽ നമ്പൂതിരി വരെ. ഒരു ജാതിയെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ടോ ഈ കാലഘട്ടത്തില്? ആ സമരത്തിൽ 1-2 കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഒന്ന് തിരുവല്ലയിൽ നടന്ന ഒരു സംഭവമാണ്. ആലുവയിൽ നിന്നും KSRTC ബസ്സിൽ, ആലുവയിൽ സമരമുണ്ടായിരുന്നു, അവിടെ 10 മിനിറ്റ് തടഞ്ഞിട്ടാണ് ആ ബസ് വിട്ടത്. അത് തിരുവല്ലയിലെത്തുമ്പോൾ ആ ബസ്സിലുള്ള ആളുകൾ ഹർത്താൽ തീവ്രമായി നടക്കുന്ന ഒരു സ്ഥലമായി തിരുവല്ലയെ കണ്ടു എന്നുള്ള വസ്തുതയാണ്. കാരണം ആയിരക്കണക്കിന് ആളുകളാണ് തിരുവല്ലയിൽ നിൽക്കുന്നത്. ആ ബസ്സിലിരുന്നുകൊണ്ട് പലരും പറഞ്ഞു, പല ആവശ്യങ്ങൾക്ക് അങ്ങ് പോകണ്ട, ഞങ്ങൾ വിടണം, നിങ്ങളൊരു 1/2 മണിക്കൂർ അവിടെ കിടക്കണം, അത് കഴിഞ്ഞ് പോകാം. ആ സമയത്താണ് 2 ദമ്പതികൾ പറയുന്നത്, ഞങ്ങൾക്ക് ആശുപത്രി പോകണം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആശുപത്രി പോകണമെന്നാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു 1/2 മണിക്കൂർ കഴിഞ്ഞ് പോകാം, ഹർത്താലിൻ്റെ കാര്യം അറിഞ്ഞില്ലേ? പിന്നീട് ഇവർ ക്യാൻസർ രോഗികളാണെന്നുള്ള വിവരം യഥാർത്ഥത്തിൽ ഹർത്താൽ അനുകൂലികൾ അറിയുന്നത് വൈകിയാണ്. അതാണ് അതിൻ്റെ ഫാക്ട്. അതാണ് വളരെ വൈകി അറിഞ്ഞത്. അപ്പോൾ ചില തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ഈ സമയത്ത് തന്നെ പോലീസ് വണ്ടിയിൽ ഇവരെ പുഷ്പഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് മുത്തൂറ്റ് ഹോസ്പിറ്റലിലും എത്തിച്ചു. ഇതാണ് അവിടെ ഉണ്ടായ സംഭവം. വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഈ വാർത്താ സമ്മേളനം എടുത്ത് പരിശോധിച്ചു നോക്കി, എത്ര ലാഘവത്തോടെയാണ് പറയുന്നത്. ആലുവയിൽ നിന്നും വണ്ടി കയറിയതാണ്. ആലുവയിൽ നിന്നോ കേരളത്തിന്റെയോ അല്ലെ ഇന്ത്യയുടെ പുറത്തു നിന്നോ അയൽ സംസ്ഥാനത്തു നിന്നൊക്കെ എവിടെ നിന്നോ അയാൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ വന്നോട്ടെ, അയാളുടെ ട്രീറ്റ്മെന്റിനെ നിഷേധിക്കാനായിട്ട് ആർക്കാണ് അവകാശമുള്ളത്? രണ്ടാമത്, 1/2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ പോയാൽ മതി എന്ന് അത്ര ധാർഷ്ട്യത്തോടെ പറയാനായിട്ട് ആർക്കാണ് അവകാശമുള്ളത്? ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും ഏത് മത സാമുദായിക സംഘടനകൾ ഹർത്താൽ നടത്തിയാലും അത്തരം ആക്രോശപരമായിട്ടുള്ള കാര്യങ്ങളോ അധികാരത്തോടെയൊന്നും സംസാരിക്കാൻ ആർക്കും ഇന്ത്യൻ ഭരണഘടന അവകാശം തന്നിട്ടില്ല. പിന്നീട് ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ ഹർത്താൽ അനുകൂലികൾ വൈകിയാണ് അറിഞ്ഞത് അയാൾ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന്. വ്യക്തമായിട്ടും കൃത്യമായിട്ടും അവർ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് പോകണം, ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്ന്. അപ്പോൾ കുറേയേറെ കള്ളങ്ങൾ നിരത്തിക്കൊണ്ട് ചെയ്ത പ്രവൃത്തികളെ ന്യായീകരിക്കാൻ വരുമ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ മാധ്യമങ്ങളും അല്ലെ പൊതുജനങ്ങളും ഇതൊക്കെ കാണുന്നുണ്ട്, ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നന്നായിരിക്കും. ഇതിന്റെ പേരിൽ എൻ്റെ ജാതി പറയാനായിട്ടും അല്ലെ മതം പറയാനായിട്ടും എന്നെ ചീത്ത പറയാനും വരുന്നവരുണ്ടെങ്കിൽ ജാതിയും മതത്തിൻ്റെയും ഒക്കെ കൺസെപ്റ്റ് തിരിച്ചറിവ് വെച്ച കാലം മുതലേ വിട്ടയാളാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റും ഇല്ല. ഒരു ജാതിയോടും യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല, യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടുമില്ല, ഒരു മതത്തോടുമില്ല. മനുഷ്യനെ മനുഷ്യനായി കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ലോകത്ത്. കാരണം പല ആളുകളും ഇന്നറിയാം ഈ ജാതിയുടെയും മതത്തിന്റെയും കാർഡുകൾ നിരത്തിക്കൊണ്ടാണ്
ആളുകളെ കൂട്ടുന്നത്. ഇപ്പൊ ഈ സമരസമിതിയുടെ കൗൺസിലിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ നേതാവായിട്ടുള്ള ഒരാളുടെ രാഷ്ട്രീയ ബന്ധമൊക്കെ നമുക്കറിയാം. അതിൽ രാഷ്ട്രീയം ഇല്ല എന്നൊന്നും യാതൊരു തരത്തിലും പറയാൻ സാധിക്കത്തില്ല. വൈക്കത്ത് ഈ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചോദിച്ചു പോയ കഥയൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം വലിയൊരു ഇടതുപക്ഷ വിരോധം പറയുന്നതെന്നും, അല്ലെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ അങ്ങ് വിരോധം ആഭാസം നടത്തുകയാണ്. പറയുന്ന കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും കഴമ്പ് വേണ്ടേ? വാ തുറന്നാൽ ഈ ജാതിയും മതവും പറയുന്ന ആളുകൾ ഒരുപാട് പേര് ഇപ്പൊ കേരളത്തിലുണ്ട്. എന്ത് പ്രയോജനമാണ്? ഏതെങ്കിലും ഒരു സമുദായ സംഘടനകൾക്ക് കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായതായിട്ട് പറയാൻ സാധിക്കുമോ? ഈ സമുദായ സംഘടനകൾക്കൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, സ്കൂളുകളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സ്കൂളിൽ ആ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ പ്രതിഫലം നൽകണ്ടേ? എന്തേ അന്നേരം സമുദായ സ്നേഹമൊന്നുമില്ലേ? ഇതെല്ലാം കാപട്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതിന് അധിക സമയമൊന്നും വേണ്ട. ഇവിടെ ചില ആളുകൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയുണ്ടായി, നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളത്. അതിൻ്റെ അകത്ത് എത്ര സമുദായങ്ങൾ പരസ്പരം ബഹുമാനം ഉണ്ട്, എത്ര സമുദായങ്ങൾ പരസ്പരം അംഗീകരിക്കുന്നുണ്ട്? ഈ പറയുന്ന ജാതി ഏകീകരണവും മത ഏകീകരണവും ഒക്കെ നിങ്ങൾ പറയുമ്പോൾ എത്ര മതങ്ങൾ എത്ര മതത്തെ അംഗീകരിക്കുന്നുണ്ട്? ഇവിടെ ജാതിയും മതവും അല്ല പ്രശ്നക്കാര്. എല്ലാ ജാതിയും നല്ലതാണ്, എല്ലാ മതവും നല്ലതാണ്. അതില് കുറെ കൊള്ളുകേലാത്തവന്മാര് കയറിയിരുന്നു കൊണ്ട് കൊള്ളുകേലായ്മ കാണിക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ സമൂഹം ഒന്നടങ്കം ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ അതിനെ വെറുക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. വീണ്ടും എടുത്തു പറയട്ടെ, ഓരോ ജാതിയിലും ഓരോ മതത്തിലും പെട്ട കൊള്ളുകേലാത്ത ആളുകളുടെ കൊള്ളുകേലാത്ത പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷം പല ആളുകൾക്കും ഉണ്ടാകുന്നത്. ഈ ജാതി സമവാക്യവും അതേപോലെ തന്നെ മത സമവാക്യവും ഒക്കെ പറയുന്ന ആളുകൾ പരസ്പരം മിശ്രമായിട്ട് ഒരു വിവാഹം നടത്താനായിട്ട് അംഗീകരിക്കുമോ? നിങ്ങൾ ഒരു ജാതിയിൽപ്പെടുന്ന ആളിനെ മറ്റൊരു ജാതിയിലേക്ക് വിവാഹം കഴിച്ച ആൾ അയക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സമ്മതമുണ്ടോ? ഈ ജാതിയും മതവും ഒക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഒരിക്കലും സമ്മതിക്കില്ല, ഇല്ലാത്ത കോലാഹലങ്ങൾ ഉണ്ടാക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ജനങ്ങളെ കൂട്ടാൻ വേണ്ടി, അതായത് ഇവിടെ സമാധാനപരമായിട്ട് പോകുന്ന ഒരു ജനതയെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ മാത്രമാണ്. നിതിൻ രാജിന്റെ കുടുംബം തന്നെ ഈ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് വന്നു. വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത്. സംഘടനാ നേതാക്കൾ വന്ന് ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഹർത്താൽ നടത്താൻ പോകുവാണെന്ന് പറഞ്ഞു. ആ പിതാവ് അതിന് സമ്മതം മൂളുകയും ചെയ്തു. പക്ഷെ ഇത്തരം കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടുമെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഒരു വാർത്ത വരുന്നുണ്ടായിരുന്നു, ഹർത്താലിനെ അനുകൂലിക്കുകയും സ്നേഹിക്കുകയും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നുവെന്ന് പറയുന്ന ഒരു വ്യക്തി 10 കോടി രൂപ ആവശ്യപ്പെട്ടു, ഹർത്താൽ നിർത്തണമെങ്കിൽ 10 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്തയും നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ കപടമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. സാമ്പത്തിക ലക്ഷ്യവും രാഷ്ട്രീയ ലക്ഷ്യവും ഉള്ളിലൊതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഹിഡൻ അജണ്ടയാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ വരുന്ന ആളുകളെ തീർച്ചയായിട്ടും തിരിച്ചറിയുക. ഇത്തരം അക്രമ സംഭവങ്ങളെ ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും ഏത് മത സാമുദായിക സംഘടനകൾ നടത്തിയാലും ഇതിനെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗവും, അതായത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനവിഭാഗവും ഇതിനെയൊക്കെ യാതൊരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആ ചെറുപ്പക്കാരന് നീതി നേടിക്കൊടുക്കുവാൻ വേണ്ടി തെരുവിലിറങ്ങി ഇത്തരം ആക്രമണങ്ങളല്ല നടത്തേണ്ടത്. ആശയങ്ങൾ പറഞ്ഞ് ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം നേരുന്നു. എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.